വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ പി.കെ. നാരായണ പണിക്കരാണ് വർത്തമാനത്തിലെ ഇന്നത്തെ അതിഥി. വർത്തമാനത്തിലേക്ക് അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. സർ, വർത്തമാനത്തിലേക്ക് സ്വാഗതം. NSS 100ാം വയസ്സിലേക്ക് കടക്കുകയാണ് അല്ലേ? 96 വർഷം കഴിഞ്ഞു. അതെ 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 2014 100ാം വയസ്സ്. 1914 ഒക്ടോബർ 31 ഈ ഇത്രയും വർഷങ്ങളുടെ വഴിത്താരയിൽ വേണ്ടത്ര വളർച്ച അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം വേണ്ടത്ര വികാസം പ്രാപിച്ചു എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഓരോ വർഷവും നായർ സർവീസ് സൊസൈറ്റിയുടേത് കഴിഞ്ഞ വർഷങ്ങളെല്ലാം വികസനങ്ങളുടെ വർഷങ്ങളായിരുന്നു, എല്ലാ വർഷവും. കാരണം അതിൻ്റെ തുടക്കം അറിയാവുന്നവർക്കേ അതിൻ്റെ വലിപ്പം മനസ്സിലാവുകയുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ ഒരു തുള്ളി മഷിയോ ഒരു ചക്രമോ ഒരു തുണ്ട് കടലാസോ ഇല്ലാതെ സമുദായ സേവനത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് സാഹസമാണെന്നറിയാം. പക്ഷേ മറ്റൊരു ഗതിയുമില്ലാഞ്ഞിട്ട് അത് ചെയ്യുന്നുണ്ട്. അത് പിന്നെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്ന് ഓരോ വർഷങ്ങളിലും വളർച്ചയുണ്ടായിട്ടുണ്ട്. പിന്നെ പണത്തിൻ്റെ വിഷമങ്ങളുണ്ടായ കാലങ്ങളുണ്ട്. അതൊരു സംഘടനയ്ക്ക് ഒരു വലിയ മഹാകാര്യമല്ല. ഇത് ബാങ്കിൽ പണം ഇട്ട് ചിലവാക്കുന്നതല്ല, പണം വരുത്തി ചിലവാക്കുന്ന രീതിയല്ലേ. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രയൊക്കെ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നതാണെങ്കിൽ 179 സ്കൂളുകളുണ്ട്. 70 അദ്ദേഹം മരിക്കുന്ന അവസരത്തിൽ ഉള്ളതിൻ്റെ ഒരു 10-12 സ്കൂളേ പിന്നെ കൂടിയിട്ടുള്ളൂ. 26 കോളേജ് എന്നുള്ളതിൽ 3 കോളേജ് മറ്റേ അതിന് ശേഷം വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായതാണ്. പിന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ വേറെ ഉണ്ട്. 32 +2 ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അൺഎയ്ഡഡ് സ്കൂളുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആശുപത്രികൾ അന്നേ ഉണ്ടായിരുന്നത് കൂടാതെ ആശുപത്രികൾ ഉണ്ടായിട്ടുണ്ട്. കരയോഗങ്ങളുടെ വർധനയാണ് ഏറ്റവും കൂടുതൽ. ഇന്നിപ്പോൾ 5400 വരും കരയോഗം. 56 താലൂക്ക് യൂണിയൻ. അതൊക്കെ ഓരോ ഇത് അടിസ്ഥാനപരമായിട്ടുള്ള സംഘടനാ ശാഖയുടെ ഡെവലപ്മെൻറ്റാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ്. മന്നത്ത് പത്മനാഭൻ വിഭാവനം ചെയ്ത ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിച്ചോ? മന്നത്ത് പത്മനാഭൻ ഉദ്ദേശിച്ചതെല്ലാം അദ്ദേഹം കൈവരിച്ചിട്ട് ഒരു മെഡിക്കൽ കോളേജ് വേണമെന്ന് ഒഴിച്ച് ബാക്കിയെല്ലാം അദ്ദേഹം ഭരിച്ചിട്ട് തന്നെയാണ് പോയത്. അദ്ദേഹത്തിൻ്റെ പാതയിൽ ഞങ്ങൾ പിന്തുടരുന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിന് വിരുദ്ധമായിട്ടൊരു കാര്യവും ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ഈ വിദ്യാഭ്യാസത്തോടൊപ്പം വ്യവസായങ്ങളും അങ്ങനെ ഒരു വ്യവസായം തുടങ്ങാൻ പാടില്ല. നായർ സർവീസ് സൊസൈറ്റി കമ്പനി ആക്ട് അനുസരിച്ച് സെക്ഷൻ 25 അനുസരിച്ച് രജിസ്റ്റർ ചെയ്തതാണ്. അതനുസരിച്ച് ചാരിറ്റബിളാണ്. ഇത് കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആദായം ഷെയർ ഹോൾഡർമാർക്ക് ചോദിക്കാനൊക്കെയില്ല. അതാത് കൊല്ലം വരുന്നയായോ ഇതിൻ്റെ കോർപ്പസിനോട് ചേരുകയുള്ളൂ. അങ്ങനെ വ്യവസായപരമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങാൻ നിഷിദ്ധമാണ്, പാടില്ല എന്ന് വളരെ വ്യക്തമായ വ്യവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് വ്യവസായം തുടങ്ങാതിരുന്നത്. അല്ല, എന്തുകൊണ്ട് ഈ പ്രൊഫഷണൽ കോളേജുകൾ വേണ്ട അങ്ങനെ ഒരു നിലപാട്? പ്രൊഫഷണൽ കോളേജ്, മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും വേണ്ടാന്ന് വയ്ക്കാൻ കാരണമുണ്ട്. എന്താണതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ അന്നുണ്ടായിരുന്ന 5000 കരയോഗങ്ങൾക്കും ഇതിൻ്റെ പാംഫ്ലെറ്റ് അച്ചടിച്ചയച്ചു. കാരണം ഒരു സ്ഥാപനം എന്നും ഒരു വെള്ളാനിയായിട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. ഇതിൽ നിന്ന് വരുന്ന പ്രോസീസ് കൊണ്ട് എല്ലാ കാര്യങ്ങളും നിറവേറ്റാൻ സാധിക്കില്ല.
പ്രോജക്റ്റ് തയ്യാറാക്കിയപ്പോൾ തന്നെ അതറിയാം. അന്ന് നായർ സമുദായത്തിന് ആദ്യം തുടങ്ങുന്ന അവസരത്തിൽ കിട്ടുന്നത് സാങ്കേതിക കലാശാലകൾക്കൊക്കെ ആണെങ്കിൽ 15% സീറ്റേ നായർക്ക് കിട്ടുള്ളൂ. ആ സീറ്റ് കിട്ടുന്നതിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ഒരു മെഡിക്കൽ കോളേജിന് 5 കൊല്ലം കൊണ്ട് ചിലവാക്കേണ്ട അന്നത്തെ ചിലവ് വേണ്ടി വന്നത് കണക്കൂട്ടിയനുസരിച്ചാണെങ്കിൽ 370 കോടി രൂപ. അതിന് കെട്ടിടങ്ങളെ സംബന്ധിച്ചും സ്ഥലം ഞങ്ങൾക്കുണ്ട്, ആശുപത്രികൾ ഞങ്ങൾക്കുണ്ട്. പക്ഷേ അതിനുള്ള ഈ അധ്യാപകർക്ക് കൊടുക്കാനുള്ള ശമ്പളം എങ്കിലും അതിൽ നിന്ന് ഫീസായിട്ടോ മറ്റിനത്തിലോ ഇടാതെ വരുന്നില്ല, ഒരിക്കലും കിട്ടിയില്ല. 15.5 കോടി രൂപ ശമ്പളം കൊടുക്കണം ഒരാണ്ടിൽ. 100 പേരെയും കൊന്നാലും നടക്കില്ല. തൊട്ടാ കൈപ്പൊള്ളും. എങ്ങനെ നടക്കാനാ ഇത്? ഒരു ഒരു 50 ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞാൽ കൊണ്ട് ചേർക്കുമായിരിക്കും. ഈ ചേർക്കാൻ ആളും കൂടെ വേണമല്ലോ. തന്നെയല്ല, നായർ സർവീസ് സൊസൈറ്റിയുടെ ആ രീതിയിലുള്ള പ്രവർത്തനം ആദ്യന്തം അങ്ങനെയില്ല. ഇത് കച്ചവടമാക്കിയിട്ട് മാറ്റത്തക്ക രീതിയിൽ അതുകൊണ്ട് മാത്രമാണ് വാസ്തവത്തിൽ ചെയ്യാൻ. ഇത് നടത്തിപ്പോകാനായിട്ട് വരുമാനം, അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ശമ്പളം കൊടുക്കാനില്ലെങ്കിൽ മറ്റുള്ള വരുമാനത്തിൽ നിന്ന് എടുത്ത് ശമ്പളം കൊടുക്കാൻ സാധ്യമല്ല. ഇപ്പോഴും ഒരു എഞ്ചിനീയറിംഗ് കോളേജില്ലേ? ഒന്നേ ഉള്ളൂ, ഒരു ഹോമിയോ കോളേജ്. ഒരു ഹോമിയോ. അല്ല, ഇപ്പോൾ ഈ പ്രൊഫഷണൽ കോളേജുകളുടെ വർത്തമാനകാലത്ത് പ്രൊഫഷണൽ കോളേജുകളുടെയും സാങ്കേതിക സ്ഥാപനങ്ങളുടെ എണ്ണം നോക്കിയിട്ടാണല്ലോ സാമുദായിക ശക്തികളുടെ സംഘടനകളുടെ ശക്തി നിർണ്ണയിക്കുന്നത്. അല്ലല്ലോ, ചുമ്മാ അതൊരു ഒരു കാഴ്ചപ്പാട് ശരിയായ കാരണപ്പാട് എനിക്ക് അഭിപ്രായമില്ല. ഈ 15 എഞ്ചിനീയറിംഗ് കോളേജ് നടത്തണമെങ്കിൽ നടത്തണ്ടേ? ഇപ്പോഴത്തെ വന്നിരിക്കുന്ന എല്ലാം ഇപ്പോൾ തിരിഞ്ഞു വരിക. DMD യൂണിവേഴ്സിറ്റികളൊക്കെ തിരിച്ചെടുക്കാൻ പോകുന്നു എന്നാണ്. അതിന് സുപ്രീം കോടതി കേസ് കൊടുത്ത് സ്റ്റേ മേടിച്ചിരിക്കുക. DMD യൂണിവേഴ്സിറ്റി എന്തും തോന്നിയാസം കാണിക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കെന്നാൽ ഒരു യൂണിവേഴ്സിറ്റിക്ക് നടത്തിക്കോണ 26 കോളേജും അതുപോലെ സാങ്കേതിക വിദ്യാലയങ്ങളും എല്ലാം ഉണ്ട്. പോളിടെക്നിക്കുണ്ട്. ഇതൊക്കെ വേണ്ടുന്ന മരുന്നിന് ഉണ്ട്. വേണമെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി അനുവദിച്ചു തരാവുന്നതാണ്. ആ യൂണിവേഴ്സിറ്റി കടലാസ് DMD യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് കടലാസ് മൂവ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറായില്ല. അതിൻ്റെയൊക്കെ ലിമിറ്റേഷൻസ് പരിചയസമ്പന്നതയുടെ കാര്യത്തിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാതെ. ഇപ്പോഴത്തേനും DMDയിലൊക്കെ പോകാൻ പോവാ. 5 കൊല്ലം ആയില്ല DMD യൂണിവേഴ്സിറ്റി വന്നിട്ട്. അതൊക്കെ UGC തിരിച്ചെടുക്കാൻ പോവാ. അതിനാ സേം മേടിച്ചിരിക്കുന്നത് ഇപ്പം. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും കോടതിയിൽ പോവുക എന്നുള്ളത് നടക്കുന്ന കാര്യമാണ്. ഒരു ന്യായമായ ഒരു അവകാശത്തിന് കോടതിയിൽ പോകുന്നത് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നോക്ക സമുദായക്കാരുടെ സംവരണത്തെക്കുറിച്ച്? അത് നേരത്തെ ഉള്ളതാണല്ലോ. അന്നത്തോൽപ്പിനാൻ പറഞ്ഞിരുന്ന സംവരണം തന്നെയാണ് നമ്മൾ 58 അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ സാമൂഹികമായി വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നിവൃത്തിയില്ലാത്ത രീതിയിൽ വന്നിട്ടുള്ള മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും കൊടുക്കണം എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അത് തന്നെ ഞങ്ങൾ പറഞ്ഞു, മുഴുവനായിട്ട് പറയുന്നത്. സുപ്രീം കോടതിയിൽ എഴുതി കൊടുത്ത കേസുകളിലെല്ലാം അത് 7 കേസ് കൊടുത്ത് 7ഉം ജയിച്ചു. മണ്ഡലിനെതിരായിട്ട് കേസ് കൊടുത്തു. ഇവിടെ ക്രീമി ലെയർ ഉണ്ടെന്ന് പറഞ്ഞ് വന്ന വിധി അതിനെ അടിസ്ഥാനമാക്കി വന്നതാണ്. ആ ക്രീമി ലെയറിനെ അടിസ്ഥാനമാക്കി വിധി വന്നിട്ട് ക്രീമി ലെയർ ഇല്ല എന്നും പറഞ്ഞ് ഇവിടെ ആക്ട് പാസ്സാക്കി. 95-ലെ 16-ാം ആക്ട്. ആ 95-ലെ 16-ാം ആക്ട് അസ്ഥിരപ്പെടുത്താനും നായർ സർവീസ് സൊസൈറ്റി എല്ലാ വേറാരും അത് പൂർണ്ണമായിട്ട് അസ്ഥിരപ്പെടുത്തി. അസ്ഥിരപ്പെടുത്തിയതിന് അതിൻ്റെ പ്രോസിക്യൂഷൻ വരെ നോട്ടീസ് കൊടുത്തു. ക്രീമി ലെയർ 6 മാസത്തിനകം ക്രീമി ലെയർ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയിരിക്കണം എന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതി നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ട് ഇത്രയും ആയിട്ടും കേരള ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടില്ല. ഇടത്ത് വരെ സർക്കാർ വന്നിട്ട് നടപ്പിലാക്കി. 30 MLA-മാരൊഴിച്ച് ബാക്കി എല്ലാവരും കൂടെ കൈപൊക്കി ഇതില്ല, ക്രീമി ലെയർ ഇല്ല എന്നുള്ള ആക്ട് പാസ്സാക്കുന്നതിന് എൻ്റെ വിശ്വാസത്തിൽ ഇന്നും അവരെ വിളിച്ച് ചോദിച്ചാൽ എന്താ ഈ സാമാനമെന്ന് അവർ പറയുമെന്ന് എനിക്ക് സംശയമാണ്. ഇപ്പോൾ കൊടുത്ത് എല്ലാവരും കൈപൊക്കിയത് എന്താണിതെന്ന് അറിയാതെ പാസ്സാക്കിയ കഷ്ടമായിട്ടേ തോന്നിയിട്ടുള്ളൂ. അത് ഓരോ 6 വകുപ്പുള്ള ആ ആക്ട് മുഴുവൻ അസ്ഥിരപ്പെടുത്തിയത് ഓരോന്നും സുപ്രീം കോടതി എടുത്ത് പറഞ്ഞ് സർക്കാരിന് അങ്ങേയറ്റത്തെ ടിക്കറ്റ് കൊടുത്തിട്ടുള്ള ഒരു വിധിയാണ്. മണ്ഡൽ കമ്മീഷൻ്റെ കംപ്ലൈൻറ്റ് ചെയ്യാതിരുന്നതിന് ഉള്ളത് വേറെ ശിക്ഷ ഇപ്പോഴും പെൻഡിങ്ങാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് അത് കഴിഞ്ഞ് കമ്മീഷൻ റിപ്പോർട്ട് വന്നല്ലോ. ആ കമ്മീഷൻ റിപ്പോർട്ടും അസ്ഥിരപ്പെടുത്താൻ ഞങ്ങൾ കൊടുത്തു.
പിന്നോക്ക ഇതിന് ശേഷം ഉടനെ ഉണ്ടാക്കിയതാണ്. മറ്റൊരു ഹൈക്കോടതി ജഡ്ജിയെ കൊണ്ട് റിപ്പോർട്ട് വരുത്തിച്ചു. അത് 2.5 ലക്ഷം രൂപ വരെ ആകാമെന്ന് പറഞ്ഞു. അത് ഉൾപ്പെടെ ഞങ്ങൾ കൊടുത്തു. അത് പൂർണ്ണമായിട്ട് അസ്ഥിരപ്പെടുത്തി. അല്ല, ഈ NSS സംവരണത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാ മറ്റ് സമുദായ സംഘടനകൾ വാളെടുക്കുന്നത്? അവരെടുക്കേണ്ട കാര്യമില്ല, ശരിയല്ല. അവർ പറയണ്ടേ, അവർക്ക് കൊടുക്കരുതെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. അതെ, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ പറയുന്നതും അവർക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതൊരു സാമൂഹ്യ നീതി എന്നുള്ള നിലയിൽ ഇല്ലാത്തവനെ സംരക്ഷിക്കേണ്ട ബാധ്യതയും അവന് വേണ്ടുന്ന ശക്തി കൊടുക്കേണ്ട ബാധ്യതയും ഉണ്ടെന്ന് ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട്. അത് പാലിക്കണ്ടേ? അതോ ചിലർക്ക് വേണ്ടി മാത്രം പാലിച്ചാൽ മതിയോ? സാമൂഹ്യനീതി എല്ലാവരോടും കാണിക്കണ്ടേ? ആ സാമൂഹ്യനീതി പഠിക്കാനുള്ള അവസരം, ആഹാരത്തിനുള്ള അവസരം വരെ ഉണ്ടാക്കി കൊടുത്തോളാം ഭരണഘടനയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം ജീവിക്കാനുള്ള മാർഗം തന്നെയല്ല. ഭരണഘടനയിലെ ഒരിടത്തും പറഞ്ഞിട്ടില്ല ജാതി അടിസ്ഥാനത്തിൽ കൊടുക്കാൻ. സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാമാന്യം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനും അറിയാം ക്ലാസസ് എന്ന് വെച്ചാൽ വിഭാഗങ്ങളാണ്. കാസ്റ്റ് അന്ന് എത്ര വലിയ ജഡ്ജി എഴുതിയാലും ക്ലാസ് കാസ്റ്റ് ആകാമെന്ന് എത്ര വലിയ ജഡ്ജി എഴുതിയാലും തെറ്റാന്ന് പറയുന്നതിൽ എനിക്കൊരു മടിയില്ല. 50 കൊല്ലമായി ഞാൻ അഡ്വക്കേറ്റ്. ഇത് തെറ്റായ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ആണെന്ന് ദീർഘകാലം പറഞ്ഞുകൊണ്ടിരുന്ന ഇന്ന് ഞാൻ പറയാം. കാരണം ക്ലാസസ് എന്ന് വെച്ചാൽ വിഭാഗങ്ങളെന്നും കാസ്റ്റ് എന്ന് വെച്ചാൽ ജാതി എന്നും. മതേതര രാഷ്ട്രമാണെന്ന് പറഞ്ഞ ഇന്ത്യയിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നതിൽ അപാകതയില്ലേ? അപാകതയല്ല, അത് കൊടുക്കാൻ പാടില്ല. അല്ല, എന്തുകൊണ്ടാണ് നീതിന്യായ പീഠങ്ങളും ഭരണകൂടങ്ങളും ഉൾക്കൊള്ളാത്തത്? ഇത് അത് ഉൾക്കൊള്ളാത്ത ഉള്ള ന്യായങ്ങൾ പറയാൻ ഒരുപാടുണ്ട്. അത് വെറുതെ ഇപ്പം ബൈപ്പിട്ട് അലക്കേണ്ട വല്ല കാര്യമുണ്ട്. എത്രയോ കാലമായിട്ട് നടക്കുന്നതാണ്. ഞാൻ ജുഡീഷ്യറിയെ പറ്റി ഒരു അസ്പർശം പറയുകയല്ല, പക്ഷെ തെറ്റായ ഇൻ്റർപ്രിട്ടേഷൻ കൊണ്ട് പറയാനുള്ള ഫെയർ കമൻറ്റിനുള്ള എല്ലാ പൗരനും അവകാശം. ഫെയർ കമൻ്റാണിത്. അല്ല, ഈ അധികാര സ്ഥാനങ്ങളിൽ നായന്മാരുടെ പ്രാതിനിധ്യം ഉണ്ട്. അവർ പോലും എന്താ ചിന്തിക്കാത്തത്? ഒരിക്കലും സംഘടിതമായിട്ട് ചിന്തിച്ചിട്ടില്ല. കൊടുക്കരുത് അവർ പറഞ്ഞിട്ടില്ല. അവർ കൊടുക്കേണ്ടെന്നല്ല പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ പക്ഷേ എന്നാലും ശക്തമല്ല, ശക്തമായിട്ടൊന്നല്ല. അവരത്ര സംഘടിതമായിട്ട് ഒരിക്കലും ചിന്തിക്കാത്തവരായിരുന്നുകൊണ്ട് തന്നെയാണ് അവരതിനെ കൂടി കഴിഞ്ഞപ്പോൾ അവർക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ ഇവർക്ക് കൊടുക്കരുതെന്ന് പറയുന്ന ഓരോരുത്തരുടെ എന്താ പറയുന്ന മാന്യതയുടെ. അല്ല, പക്ഷേ മറ്റ് സാമുദായിക സംഘടനകൾക്ക് അവരുടെ ആവശ്യം നേടിയെടുക്കാൻ സ്വാർത്ഥത കാണിക്കാറുണ്ട്. അവർ കാണിക്കുന്നവരെല്ലാവരും അതുപോലെ അല്ലല്ലോ കാണിക്കുന്നത്. അതാണല്ലോ പ്രത്യേക വ്യത്യാസം. അതാണ് ഈ 2 കാറ്റഗറികളുടെ വ്യത്യാസം. അതാണ് സംഘടിതമായിട്ട് ചിന്തിക്കരുതെന്നൊരു ചിന്താഗതി മനസ്സിലുള്ളപ്പോൾ അതിന് വിരുദ്ധമായിട്ട് അതിനെ സാക്ഷാൽ ആ സംഘടിതത്വം വരാത്ത രീതി ചിന്തിക്കുന്നതിൻ്റെ കുഴപ്പമാണ്. എൻ്റേത് വരുമ്പം എംപിള്ളയാണെങ്കിൽ ഇപ്പടി എന്ന് പറയുന്ന രീതി വരാൻ പാടില്ല. അങ്ങനെ ചിന്തിച്ചു വന്നാൽ അവരുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ സ്പഷ്ടമായിട്ട് അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് അധികാര സ്ഥാനത്തേക്ക് വന്നെങ്കിലും ഒരിക്കലും സംഘടിതമായിട്ട് ചെയ്ത് അവിടെ കൊടുക്കാതിരിക്കരുത് ധാർമ്മികമായി തെറ്റാണെന്നുള്ള രീതിയിലാണ്. അതേ സമയത്ത് അതേ അധാർമികമായി ഈ പറഞ്ഞ സാധുക്കൾക്ക് ഒരു നേരം കഞ്ഞിയില്ലാത്ത നായർക്ക് കൊടുക്കത്തില്ലെന്ന് പറയുന്നത്. അതായത് മനസ്സിലാക്കാം നമുക്ക്. അവിടെ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മനസ്സിലാക്കാം. ഞങ്ങൾ ഒരിക്കലും അത് എടുത്തിട്ടില്ല. ഞങ്ങളെന്താ പറയാനെന്ന് ചോദിച്ചില്ലല്ലോ. നായർ സർവീസ് അതോറിറ്റി കേസ് കൊടുത്തപ്പോൾ അവർക്ക് കൊടുക്കരുതെന്ന് എന്താ പറയാനെന്ന് ചോദിച്ചില്ലല്ലോ. അങ്ങ് ചോദിച്ചില്ല. ചോദിക്കാഞ്ഞ കാര്യം ആ ധാർമ്മിക ചിന്തയുടെ മനസ്സിലുള്ളത്. ഈയിടെ SNDP ഒരു അവകാശ പ്രഖ്യാപനം നടത്തി. അതായത് ജനസംഖ്യാനുപാതികമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആ രീതി എന്നോട് ചോദിക്കേണ്ട. അവകാശത്തെ പറ്റി ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ജനസംഖ്യാനുപാതികമായിട്ടല്ല ഈ സംവരണം കൊടുത്തിരിക്കുന്നതെന്ന് അത് കൊടുത്ത ആളുകളും അതിനുശേഷം വന്ന വിധികളും വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ജനസംഖ്യാനുപാതികമായി കൊടുക്കണമെങ്കിൽ ഇന്ന് 3339 പിന്നോക്ക ജാതികളുണ്ടെന്നാണ് മണ്ഡൽ പറഞ്ഞിരിക്കുന്നത്. അതിലാകെ ഇവിടെ കൊടുത്തിട്ടുള്ളത് 8 ജാതിക്കാർക്കാണ്. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്സ്, ബാക്കി 6 അല്ല ബാക്കി 8 പിന്നോക്ക വിഭാഗക്കാർ. ബാക്കി 3330 -8 അല്ലെ 10 അവർക്ക് ആര് കൊടുത്തു? എന്ത് കൊടുത്തു? എന്ത് ന്യായമുണ്ട് അവർക്ക് കൊടുക്കാതിരിക്കുന്നതിൽ? അവർക്ക് സാമൂഹ്യം ജനസംഖ്യാനുപാതികമായിട്ട് കൊടുക്കാനില്ല എന്ന് വളരെ വ്യക്തമാണ്. ഇതുവരെയും കൊടുത്ത് ജനസംഖ്യാനുപാതികമായിട്ടല്ല എന്ന് മണ്ഡൽ പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ തന്നെ അതിന് ശേഷം വന്ന ജഡ്ജി പറഞ്ഞിട്ടുണ്ട്, നരേന്ദ്രൻ, ജസ്റ്റിസ് നരേന്ദ്രൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ജസ്റ്റിസ് ജോസഫിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ ജസ്റ്റിസ് ജോസഫിൻ്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രതിവർഷം 1.5 ലക്ഷം രൂപ എന്നുള്ളത് സുപ്രീം കോടതി പൂർണ്ണമായിട്ട് അംഗീകരിച്ച് നടപ്പിലാക്കിയതാണ്. അത് ഈ സർക്കാർ അത് അനുവദിച്ചതുമാണ്. അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ പുതിയ ആളിനെ നിയമിച്ചു. ഇത് നിയമിച്ച് എന്ത് കാര്യത്തിനാണെന്ന് വരെ ചോദിച്ചിട്ടുണ്ട് സുപ്രീം കോടതി. അങ്ങനെ എത്രയോ മച്ച് വാട്ടർ ഹാവ് ഫ്ലോ അണ്ടർ ദ ബ്രിഡ്ജ് ബട്ട് നോബഡി ഈസ് ടു പ്രിവെന്റ് ഇറ്റ്. ഈ അധികാര ലബ്ധിയിലൂടെ മാത്രമേ അവകാശ സമത്വം ഉണ്ടാവൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അതെന്തെല്ലാം പറയുന്നുണ്ട്. അതിലിപ്പോൾ അവരെ തന്നെ മറുപടി ഞാൻ പറയേണ്ട കാര്യമില്ല. അവകാശ സമത്വം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പിടിച്ച് അധികാരത്തിൽ കൊടുക്കാൻ ഇല്ലല്ലോ. അത് വ്യവസ്ഥിതിയുണ്ട്, വ്യവസ്ഥിതി വന്നാൽ കിട്ടും. ഇല്ലാതെ ഞാനാ ഭരിക്കുന്നതെന്ന് പറഞ്ഞ് കയറാൻ ഒക്കുമോ? ഒരാളിനെ എലക്ട് ചെയ്ത് കൊണ്ടുവന്ന് അവിടെ MLA ആക്കുന്നതിന് മുമ്പ് ഞാനാ ഭരിക്കുന്നതെന്ന് പറഞ്ഞ് 10 പേര് കയറിയാൽ നടക്കുമോ? അത് അരാജകത്വമല്ലേ? അതിൻ്റെ വ്യവസ്ഥാപിതമായ രീതിയിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ട് അതിൽ വരാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ അതാണ് ഇതിൻ്റെ ഞങ്ങളുടേതായിട്ടുള്ള അവകാശം എന്ന് പറയുന്നതിൽ വലിയ കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഈഴവരെ സഹായിക്കാത്തവരെയൊക്കെ കാഴ്ച ബംഗ്ലാവിലേക്ക് അയക്കുന്ന രാഷ്ട്രീയ പാർട്ടി അത് അദ്ദേഹത്തിന് ചോദിച്ചോട്ടെ, എന്നോട് ചോദിക്കേണ്ടത്. ആ പറഞ്ഞ ആളിനോട് ചോദിച്ചാൽ മതി. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇതിന് മര്യാദയില്ലാത്ത ആണെന്ന് ഞാൻ പറയും. അതാര് പറഞ്ഞാലും പറയും. അധികാരത്തിലേക്ക് വരാമെന്നുള്ളതിനെ ഉദ്ദേശിച്ചല്ല എന്ന് ഈ വിധിന്യായങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നതൊന്ന് വായിച്ചു നോക്കിയാൽ അത് വിഷമം വരും. ഇതിപ്പോൾ അധികാരം പങ്കിടുന്നതിനല്ല സംവരണം കൊടുക്കുന്നതെന്ന് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിൽ തന്നെ ഉണ്ട്. പിന്നെ അത് മറികടന്നിട്ട് അത് വിധിയും സമ്പാദിച്ച് കഴിഞ്ഞിട്ട് മറികടന്നിട്ട് വല്ല ആവശ്യമുണ്ട്, പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, ഈ ശക്തമായ പ്രസ്താവനകൾ ഇറക്കിയെങ്കിലും ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റുമോന്ന് ആർക്കാ പരീക്ഷിക്കായിരിക്കും ഒരു പക്ഷേ വെള്ളാപ്പള്ളി. അത് ക്യാമറയോട് ചോദിക്കുക. എനിക്ക് അതിനെപ്പറ്റി ഒരു കമൻ്റ് ഇല്ല. ഐ ഹാവ് നോ കമൻറ്റ്സ് ടു ഗിവ്. അത് ഞാൻ മര്യാദയല്ലെന്നുള്ള ഞാനീ പറയാത്ത കാര്യം. മറ്റൊരു സംഘടന കൊടുത്തിരിക്കുന്ന പ്രഖ്യാപനത്തെ പറ്റി ആവശ്യമില്ലാത്ത കമൻസ് പറയുക എന്നുള്ളത് ശരിയല്ല എന്നുള്ളത് പറയുന്നില്ല. അല്ല, ഇടയ്ക്ക് ഈ ഈഴവ നായർ ഐക്യത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നല്ലോ. എത്രയോ കാലം ചെയ്തു. അത് കഴിഞ്ഞ് അതിൻ്റെയൊക്കെ ചരിത്രം അറിയാവുന്നല്ലേ. ഇനിയിപ്പോൾ ചോദിച്ചിട്ട് എന്താ കാര്യം? ഇറ്റ് ഈസ് ഓൾറെഡി ഡൈഡ് ഡൗൺ. ഇറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ. വെള്ളാപ്പള്ളി പറയുന്നത് പണിക്കര് ചേട്ടൻ നല്ല ആളാണ്, പക്ഷേ അതിന് ഈ ഇടങ്കോലിടുന്ന ചില ആൾക്കാരുണ്ട് സംഘടനയിൽ എന്നാണ് പറയുന്നത്, NSS. അതെ, ഞാനതൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ എത്രയോ കാലമായി പറഞ്ഞത്. അതിനൊക്കെ മറുപടി പറഞ്ഞത്. ഇവിടെ ഇതിൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഇവിടെ കൊള്ളാവുന്നവർ ഭരിക്കാനുള്ളവരുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. കൊള്ളാവുന്നവർ നല്ല ബോർഡിൽ 10-27 പേരുണ്ട്. അതിൽ കൊള്ളാവുന്ന ആൾക്കാരുണ്ട് എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നല്ലല്ലോ. ഞാൻ സ്വല്പം മോശക്കാരനായിക്കോട്ടെ, എനിക്ക് വിരോധമില്ല. അല്ല, എനിക്ക് തോന്നുന്നു സുകുമാരൻ നായരെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതൊന്നും ആണെന്ന് പറഞ്ഞാലും അല്ല എന്ന് പറഞ്ഞാലും നമുക്ക് ബോധ്യമുള്ളപ്പോൾ ഇതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ടോ? മറ്റൊരാളുടെ സർട്ടിഫിക്കറ്റിലല്ല അവനവൻ്റെ പ്രവൃത്തി ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് 24 മണിക്കൂറിനോലും ജോലി ചെയ്യുന്നയാളാണ്. എനിക്ക് നേരിട്ട് വർഷങ്ങളോളം ബോധ്യമുള്ള ആളാണ്. അത് വരുന്നത് ഒരാൾക്കോ ആവശ്യമില്ലാത്ത കാര്യങ്ങളോ ചെയ്യാൻ പോകാറുള്ള ഉള്ള കാര്യങ്ങളിൽ മറുപടി പറയും. അത് ഓരോരുത്തരുടെ രീതി അനുസരിച്ച് മറുപടി പറയും എന്നുള്ള. അല്ല, താങ്കൾ അഭിപ്രായ പ്രകടനത്തിൽ വളരെ സമചിത്തത പാലിക്കാറുണ്ട്, പക്ഷേ സുകുമാരൻ നായർ നേരെ മറിച്ച് വളരെ അഗ്രസീവാണ്. അല്ല, അതൊന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അല്ല, പലപ്പോഴും അത് ഓരോരുത്തരുടെ അഭിപ്രായം ചുമ്മാ പറഞ്ഞാൽ മതിയോ? അഗ്രസീവാന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല, ഒരിക്കലും അല്ല. അത് നമ്മൾ ശക്തമായ ഭാഷ പറയുന്നത് കൊണ്ട് അഗ്രസീവ് ആകില്ല. അല്ല, പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിലാണല്ലോ ഈ ശക്തമായ ഭാഷ ഉപയോഗിക്കുമ്പോഴാണല്ലോ വിവാദം ഉണ്ടാക്കുന്നത്. സൗമ്യമായിട്ട് പറഞ്ഞാൽ അത് ഉണ്ടാകുകയില്ലെന്ന് അർത്ഥമൊന്നുമില്ല. അത് ഭാഷയുടെ കാര്യം മനസ്സിലാക്കി പറയുന്നത് വെച്ചാൽ ശക്തമായ ഭാഷ ഉപയോഗിച്ചെന്ന് വിചാരിച്ച് അത് അഗ്രസീവ് അല്ല, അതിന് വ്യത്യാസമുണ്ട്. ഇപ്പോൾ NSS കാലാകാലമായിട്ട് സ്വീകരിക്കുന്ന ഈ സമദൂര സിദ്ധാന്തം അത് ഇപ്പം ജനങ്ങൾക്കൊരു പരിഹാസ്യമായി തോന്നി തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങൾക്ക് തോന്നിയിട്ടൊന്നുമില്ല, ഞങ്ങൾക്ക് നല്ല ബാറ്റായി തോന്നിയില്ല. ആ ചോദ്യത്തിനെ അപ്രസക്തമാണ്. എന്താണെന്നറിയാം, എത്രയോ കാലമായിട്ട് ഇപ്പം ഞങ്ങൾ എത്ര പേര് ഇതിന് ശേഷം സമദൂരത്തിൽ വന്നു. ഇന്നത്തെ എല്ലാ അവകാശം പറയുന്ന ആളുകൾ ലത്തീൻ കത്തോലിക്കർ സമദൂരത്തിലാണെന്ന് അവൻ്റെ സഭാധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞു, അന്നേ പറഞ്ഞു. ഇവിടെ പലരും പറഞ്ഞു, ഞാനിപ്പോൾ പറയുന്നതിന് ഞാൻ മുഴുവൻ പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ സമദൂരത്തിലാണെന്നുള്ള അത് അഡാപ്റ്റ് ചെയ്ത ഒരുപാട് പേര് ഇവിടെ കേരളത്തിലുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ന്യായമായ രീതിയിലുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു തീരുമാനമായിട്ടാണ് ഇതിലുള്ള അനുഭവം. അല്ല, അത് വളരെ ക്ലവർ ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ടാക്ടിക്. അത് വേറെ കാര്യം, അത് പാമ്പൻ ചെയ്യേണ്ട ഞാനല്ല.
ക്ലവർ പൊളിറ്റിക്കൽ ടാക്സിസ് ആണോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യേണ്ടത് പൊതുജനങ്ങളാണ്. ആണെങ്കിൽ അതിന് ഞങ്ങൾക്ക് അവകാശമില്ലെന്നൊന്നും അതിനൊക്കെ പറയാൻ ഒക്കുകയില്ലല്ലോ. ഈ പൊളിറ്റിക്കൽ ടാക്സിസ് ആണെന്ന് തന്നെ ഇരിക്കട്ടെ. NSS രാഷ്ട്രീയമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. രാഷ്ട്രീയത്തിൽ ഞങ്ങൾ അഭിപ്രായം പറയുന്നതിൽ ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾക്ക് ശരിയാന്ന് പറയും, തെറ്റെന്ന് പറഞ്ഞാൽ അതിനെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതേത് സർക്കാരാണേലും പറയും. പണിക്കർ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നായന്മാർ കേൾക്കും? ഒരു സമുദായത്തെ മുഴുവൻ ഇപ്പം പള്ളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടവകയിലുള്ളവർ മൊത്തം കേൾക്കും, അതിനനുസരിച്ച് പ്രവർത്തിക്കുമില്ല, അല്ലെങ്കിൽ അതിനനുസരിച്ച് വോട്ട് ചെയ്യും എന്നുള്ള പ്രിസംപ്ഷൻ ഇല്ലയോ? ഈ ചുമ്മാ പറയുന്നില്ല. ആരും ഒന്നും ഇതിൻ്റെ ജനഹിത പരിശോധന എടുത്തിട്ട് പറയുന്നല്ലോ. അവർ എന്നാ അത് മുഴുവൻ വോട്ട് ചെയ്യും, ഇവർ എന്നാ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നതിൽ അതിനൊരു അർത്ഥവും ഇല്ല. നായർ സർവീസ് സൊസൈറ്റിയിൽ വന്നിട്ടുള്ള ആളുകൾ പറഞ്ഞാൽ അത് അക്ഷരം പ്രതി അവർ കേൾക്കുമെന്നുള്ള എനിക്ക് വിശ്വാസമുണ്ട്. നായർ സർവീസിൽ പെടാത്ത നായർ സഹോദരന്മാരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അവരും ചിലപ്പോൾ കേട്ടെന്ന് വരും. ഇതിനകത്ത് വരാത്ത ആളുകളും വെളിയിൽ നിൽക്കുന്നവരുണ്ട്, കരകത്തിപ്പെടാത്ത ആളുകളുണ്ട്, ഇതിനോട് അനുഭവമുള്ള ആളുകളുണ്ട്. അങ്ങനെ എല്ലാ സമൂഹത്തിലാണെങ്കിലും ഉണ്ട്. ഇത് നായർ സമൂഹത്തിൽ മാത്രമല്ല, ക്രിസ്ത്യൻ സമൂഹത്തിലുണ്ട് ഇതിൽ പെടാതെ പോകുന്ന ആൾക്കാരുണ്ട്. സമദൂരത്തിന് എനിക്ക് മനസ്സിലാകാതെ ഞാൻ അനവധി ഇത് മീഡിയക്കാരുടെ ഏറ്റവും കൂടുതൽ ചോദ്യം ഏറ്റെടുത്തതാണ് സമദൂരത്തെ പറ്റി, അല്ലയോ? അതെ, സമയം കണ്ടു കാണും. എവിടെ പോയി കഴിഞ്ഞാൽ എവിടെ പോയാലും സമദൂരം മാറ്റി കിട്ടിയില്ല. സമദൂരം മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, ഇപ്പോഴും സമദൂരം തന്നെയാണ്. അതിൽ മുന്നോട്ട് പോകുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നായർ സർവീസ് സൊസൈറ്റിക്കും തോന്നിയില്ല, എനിക്കെന്ന് പറഞ്ഞാൽ നായർ സൊസൈറ്റിക്കും തോന്നിയിട്ടില്ല. അല്ല, എനിക്ക് തോന്നുന്നു സമദൂരം പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസിനോടാണ് ഒരു ആഭിമുഖ്യം. അതില്ലല്ലോ. ഇവരെ ആരെയെങ്കിലും നമ്പാറുണ്ടോ? അവർ പറഞ്ഞാൽ തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയും, അത് ചിലപ്പോൾ നെറ്റി വിളിക്കും. അല്ല, അങ്ങനെയാണ് കേന്ദ്ര മന്ത്രിസഭയിൽ മലയാളി പ്രാതിനിധ്യം. അതെന്തുകൊണ്ടാണ് പിന്നെ NSS നായന്മാർ ഇല്ല? NSSന്റെ NSSനോട് ആരും ചോദിച്ചു, ഞങ്ങളാരും അഭിപ്രായമൊന്നും പറഞ്ഞില്ല. പക്ഷേ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാതിനിധ്യം അവിടെ വരത്തക്കോണം സാമുദായികമായിട്ട് ഉള്ള ആളുകൾക്ക് ന്യായമായിട്ട് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. അതിൽ വേണ്ടത്ര ഈ 3 പേർക്ക് കൊടുത്തത് എങ്ങനെയാണ് കൊടുത്തത്? ഞാൻ പറയണോ? തെരഞ്ഞെടുപ്പുകൾ 3 പേർക്ക് കൊടുത്തത് എങ്ങനെയാണ്? ഉപതെരഞ്ഞെടുപ്പ്. ഉപതെരഞ്ഞെടുപ്പിൽ അതൊക്കെ ഇനി പറയിപ്പിക്കണം കേട്ടോ. അതൊന്നും വേറെ കാര്യം, അത് വേറെ കാര്യം. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ചില ചെയ്തികളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് പറഞ്ഞിട്ടുമുണ്ട്. ഇടയ്ക്ക് എന്തിനാ വിലക്ക് കൽപ്പിച്ച കോൺഗ്രസിന്? എന്താ വിലക്ക്? എന്നാ ഈ വിലക്കം തന്നെ ഇവിടെ മന്നം അല്ല, ഇവിടെ വരുന്ന സ്ഥാനത്തേക്ക് വരുന്നതിൽ ഒരു വിലക്കൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ വരണ്ടെന്ന് പറഞ്ഞു, അത് ശരിയാണ്. അതിപ്പോഴും പറയാമെന്ന് ശരിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ നായർ സർവീസ് സൊസൈറ്റിയുടെ സഹായം പറ്റി ഞങ്ങൾ കൊടുത്തിട്ടുള്ള ആൾ ഒന്നും പ്രതിഫലിച്ചുകൂടെ ചെയ്തതാണ്. സാധാരണ ഒരു മര്യാദ കാണിക്കുക. അദ്ദേഹത്തിൻ്റെ പുഷ്പാർച്ചന നടത്തിയിട്ട് പോകാറുണ്ട് അന്തിമേശ്വര സംഗീതത്തിൽ. മറ്റുള്ള എല്ലാവരും വന്നു, സഹായിച്ചവരും അല്ലാത്തവരും വന്നു. അദ്ദേഹം മാത്രം മന്ത്രിയാകാൻ പോകുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഇപ്പം ഇങ്ങോട്ട് വരണ്ടെന്ന് തന്നെ പറഞ്ഞു. ഞാൻ തന്നെയാണ് പറഞ്ഞു, അല്ലാതെ വേറെ ആരുമല്ല പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഈ നായർ സർവീസ് സൊസൈറ്റിയെക്കാട്ടിലെ വലിയ ഒരു സ്ഥാനത്ത് നിൽക്കുന്നയാൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്നോട്ടെ, ഞങ്ങളുടെ സ്ഥാനത്ത് നിന്നോളാം, ഒരു കുഴപ്പമില്ല. അല്ല, ഇപ്പം പിണക്കം മാറിയോ? എന്നാ പിണക്കം? ഒരു പിണക്കവും ഇല്ല. ഇവിടെ വന്നില്ല എന്നുള്ള മര്യാദ മുഖത്ത് നോക്കി പറഞ്ഞു എന്നുള്ളതല്ല, അധികം എന്നെ പിണക്കമാണ്. മുഖത്ത് നോക്കി പറഞ്ഞു, ഫോണിലാണ് പറഞ്ഞത് കേട്ടോ, അല്ല കണ്ടില്ല. നമ്മുടെ ഈ സാമാന്യ ഭാഷയിലെ മുഖത്ത് നോക്കി പറഞ്ഞെന്ന് പറയുന്ന പോലെ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. EK നയനാർക്ക് ശേഷം ഒരു നായർ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പിന് ഇനി കഷ്ടിച്ച് 1.25 വർഷമേ ഉള്ളൂ. അടുത്ത മുഖ്യമന്ത്രി ഒരു നായരാവണം എന്ന ആഗ്രഹമെങ്കിലും NSS എങ്ങനെ ഞാൻ പ്രവചിക്കാനാണ്? അത് ഇലക്ഷൻ വോട്ട് ചെയ്ത് വരുന്നവരോ ഇരിക്കുകയല്ലേ ഉള്ളൂ. നായരായിക്കണം അപ്പം എനിക്ക് പറയാൻ വല്ല കാര്യമാണ്. അങ്ങനെ പറയാറേ ഇല്ല. നായരായിക്കോണെന്ന് പറയാറുമില്ല, നായരാണെന്ന് നിർബന്ധവും വെക്കാറില്ല. അല്ല, ഞാൻ പണിക്കരേട്ടൻ്റെ വ്യക്തിപരമായ അഭിപ്രായം തന്നെ പറഞ്ഞു. പൊതുവെ NSSന്റെ ഒരു പൊതുവെ എന്നുള്ളതല്ല, വരുമ്പോൾ ഒരു സൈസബിളായിട്ടുള്ളൊരു ആളുകൾക്ക് വരുമ്പോൾ അതിന് ആരും ഇല്ലെങ്കിലോ എങ്ങനെ എവിടെ നിന്ന് കൊടുക്കും? നമുക്ക് പറയാനൊക്കെ. തിരഞ്ഞെടുത്ത് വരുന്ന അവസരത്തിൽ വരുമ്പോഴും നിർത്തുന്ന ആളുകളെ നോക്കി നിർത്തുന്നത്
ഇന്നിപ്പം എല്ലാ രാഷ്ട്രീയക്കാരും എത്ര നായന്മാർ വോട്ട് ചെയ്യാനുണ്ട്, എത്ര ഈഴവർ വോട്ട് ചെയ്യാനുണ്ട്, എത്ര വിവിധ ജാതി മതത്തിൽ വോട്ട് ചെയ്യാനനുസരിച്ച് അവർ കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുത്തിട്ട് പൊതുവെ വലിയ തത്വശീലമൊക്കെ പറയും. ഇതാണ് നടക്കുന്നത്. എവിടെയാണ് കൂടുതൽ മുസ്ലിം സമയത്ത് അവിടെ മുസ്ലിമിനെ തന്നെ നിർത്തും. ഏത് വിഭാഗത്തിൽപ്പെട്ടാണെങ്കിൽ അവിടെ അത് നിർത്തും. നായരുണ്ടെങ്കിൽ നായരുടെ അവിടെ നിർത്തും. അപ്പം ഇങ്ങനെയൊക്കെ നിർത്തിയിട്ട് സെക്യുലാരിറ്റി പ്രസംഗിക്കുന്ന കാര്യമാണ് ഇപ്പം നടക്കുന്നത്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഒരു രമേശ് ചെന്നിത്തലയില്ലേ, ഞാൻ ആരും ഉദ്ദേശിച്ചിട്ടില്ല, മനസ്സിലാക്കി പറയാമല്ലോ. എൻ്റെ സുഖം ആരും ഉദ്ദേശിച്ചിട്ടില്ല. ആ സമയത്ത് ഞാൻ വെച്ചാൽ അങ്ങനെ അയോഗ്യനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഇന്നാര് വേണമെന്ന് പറയാൻ തക്കണമെന്ന് ഞങ്ങളാരും അതിനകത്ത് അഭിപ്രായം പറയാറില്ല. ഇങ്ങോട്ട് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ പറയുന്നില്ല, അങ്ങോട്ട് കയറിക്കൊണ്ട് പറഞ്ഞ് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ പോകാറില്ല. എന്തുകൊണ്ട് NDP ഒന്ന് പുനരുജ്ജീവിപ്പിച്ചുകൂടെ? അത് NDP എന്നുള്ള കാര്യം അന്ന് ഇറ്റ് ക്ലോസ് ചാപ്റ്റർ. 3 മന്ത്രിമാര് വരെ ഉണ്ടായിരുന്നു. എന്തിനാ പുനരുജ്ജീവിപ്പിക്കുന്നുള്ളതിന് വേണ്ടി വന്നാൽ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നം. അത് ഇപ്പോഴത്തെ അല്ല പ്രശ്നം. NDP അത് വേണ്ടാന്ന് വെക്കാനുള്ള കാരണങ്ങൾ അന്ന് തന്നെ അത് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതായത് എല്ലാ രാഷ്ട്രീയ സംഘടനക്കാരും നായർ സർവീസ് വെച്ചിട്ടുണ്ട്, എല്ലാത്തിലുമുണ്ട്. PDP സാറും മറ്റും കാണുകയില്ലെന്നുള്ളത്, ബാക്കി എല്ലാത്തിലും ഉണ്ട്. ഇവരെയൊക്കെ ഒരിടത്ത് ചെല്ലുമ്പം ഞാൻ തിരിച്ചും മറിച്ചും പറയാനായിട്ട് നായർ സർവീസ് ജനറൽ സെക്രട്ടറിക്ക് പറ്റുകയില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ അവരെ പറ്റുകയില്ല. നിങ്ങളേത് രാഷ്ട്രീയത്തിൽ വെച്ചാലും സമുദായത്തിൽ വരുമ്പോൾ ഒന്നിരിക്കാൻ അതാണിപ്പോൾ കൂടുതൽ മനുഷ്യന് ഇഷ്ടമായിട്ട് തോന്നുന്നത്. അല്ല, ഈ NDPയെ ഇല്ലാതാക്കിയത് K കരുണാകരനാണെന്ന് പറയാൻ പറ്റുമോ? ആരാ? K കരുണാകരൻ. ഇതൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യമാണ്. കിടങ്ങൂരിനെ ആവശ്യമില്ലാത്ത ചോദ്യം. അതേ എനിക്ക് പറയാനുണ്ട്. NDPയെ കരുണാകരനാണോ ഇല്ലാതാക്കിയെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനോട് ചോദിക്കണം, വലിയ എന്തെങ്കിലും നിയമനം എടുത്തോണം. എന്നോട് ചോദിക്കേണ്ട. മനുഷ്യൻ പറയുന്നതിനൊക്കെ സമാധാനം പറയാനുണ്ട്. അതൊന്നും അതിൻ്റെ അഭിപ്രായം ഒരാളും വിചാരിച്ചാൽ NSന്റെ ഒരു ഒന്നത്തിൽ ഇല്ലാതാക്കാൻ നോക്കുകയില്ല ഇന്നത്തെ സെറ്റപ്പിൽ. അല്ല പണിക്കർ ചേട്ടാ, ഒരു സ്വാഭാവിക സംശയം, അതായത് കിടങ്ങൂരിനെ സിംഗപ്പൂർ ഹൈക്കമ്മീഷണറാക്കി ഇവിടെ തളർത്തി എന്നാരും പറഞ്ഞു. ഇവിടെ എന്താ തളർന്നു അത് കഴിഞ്ഞിട്ട്? അല്ല ഒന്ന് പറയാം. രാഷ്ട്രീയ ശക്തി എന്ന നിലയിൽ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് NSSന്റെ സെറ്റപ്പിൽ ഒരു തളർച്ച അതിനുണ്ടാകാനൊക്കെയില്ല. അത്ര സുതാര്യമാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ. അതുകൊണ്ട് ഒരാൾ അങ്ങോട്ട് പോയെന്ന് വെച്ചാൽ ആളുകളല്ല ഇതിനകത്ത് പ്രധാന കാര്യമാണ്. ഇപ്പം ഞാൻ അങ്ങോട്ട് പോയാൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് അങ്ങോട്ട് മാറിപ്പോയാൽ ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് പറയുന്നതിൽ വെറും മഠേത്തരമാണെന്നല്ലാതെ ഇത് കഴിഞ്ഞൊന്നും പറയാനില്ല. അങ്ങനെ NSSനെ തളർത്താൻ ആരൊക്കെ വിചാരിച്ചിട്ടുണ്ടോ അവരൊക്കെ തളർന്നിട്ടുള്ളതേ ഉള്ളൂ. എൻ്റെ ഉത്തരവാദം. ആര് തളർത്താൻ നോക്കിയിട്ടുണ്ടോ അവരൊക്കെ തളർന്നിട്ടുണ്ട് എന്നുള്ളതിന് ഉദാഹരണ സഹിതം വേണേൽ പറയാം. പക്ഷേ ഈ ഇതിനകത്ത് അത് പറയുന്നത് മര്യാദയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്. ഇപ്പം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് 26ാമത്തെ വർഷമാണ്. അതെ. ഈ 26 വർഷത്തിനിടയിൽ കൊള്ളാവുന്ന, പൊതുവെ മുന്നോക്ക സമുദായത്തിന് വേണ്ടി ഒരു 2 വാക്കെങ്കിലും പറഞ്ഞു എന്ന് പറയാവുന്ന ഒരു മുഖ്യമന്ത്രി ആരുള്ളത്? അല്ല, ഇപ്പം ആ ഒരു രീതിയിൽ പറയുന്നത് പറയാതിരിക്കുന്നതിലും അല്ല കാര്യം. ഇവരാരും നടത്തിയിട്ടില്ല ഒരു കാര്യമെന്ന് പറയാനുള്ളതിന് ഞാൻ വളരെ വ്യക്തമാണ്. അല്ല, ഇടയ്ക്ക് പണിക്കര് പറഞ്ഞോ ഇല്ല ആന്റണിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആന്റണിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അല്ല, അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നുള്ളതിന് അതുകൊണ്ട് അദ്ദേഹം പുറത്താവുകയും ചെയ്തു. അല്ല, പുറത്തായി എന്നുള്ളതല്ല, അദ്ദേഹം പറഞ്ഞതിൻ്റെ ചെറിയ വ്യാഖ്യാന വ്യത്യാസം കൊടുത്താൽ അങ്ങനെ വന്നു. ഞാനീ പറഞ്ഞത്, ഞാൻ ഇപ്പോൾ ഈ സാധാരണഗതിയിൽ ഒരു ഇൻ്റർവ്യൂവിൽ ഉത്തരം പറഞ്ഞാൽ അത് വരാതെ വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമാവുകയില്ല. നിങ്ങളെ കൊണ്ട് അത് ഇടാനും ഒക്കാതെ വരും ചിലപ്പോൾ. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ അത് ശരിയായ അഭിപ്രായമായതുകൊണ്ട് അത് നടന്നില്ല എന്നോ നടന്നെന്നോ അതുകൊണ്ട് അനുഭവിച്ചൊന്നോ ഞാൻ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞു. അല്ല, അഭിപ്രായം മാത്രം പറഞ്ഞിട്ട് എന്താ കാര്യം? അഭിപ്രായം പറയുന്നൊരു കാര്യമുണ്ടോ? ഇംപ്ലിമെൻ്റ് ചെയ്ത് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇവിടെ? ഈ പറഞ്ഞതല്ലാതെ ഇടത് വലത് സർക്കാരുകളൊന്നും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല. സർവ്വ വിധിയിലും വിധി ഉണ്ടായിട്ട് എങ്ങനെ നടപ്പിലാക്കാതിരിക്കാനുള്ളതിന് ഗവേഷണം ചെയ്തതായിരുന്നു. അത് വളരെ ഖേദമുണ്ട്. അല്ല, പ്രതീക്ഷയുണ്ടോ മാറും എന്തെങ്കിലും? അതെ, എന്താ പ്രതീക്ഷയുണ്ടോന്ന് കാണട്ടെ, എന്നിട്ടല്ലേ വരുന്നത്. ഇപ്പോഴെന്നാ പറയാൻ? ഞാൻ ഇതുവരെ വിചാരിച്ചത് പണിക്കർ ചേട്ടൻ വളരെ കാർക്കശ്യക്കാരനാണ്, വളരെ എറഗൻ്റ് എന്നൊക്കെയായിരുന്നു പൊതുവെ. പക്ഷെ ഇപ്പം എൻ്റെ ആ ഒരു സംശയം ഞാനോ മാറി. ഞാൻ ഒരിക്കലും ആരെങ്കിലും ഒരു സമയത്ത് പോലും തന്നിട്ടില്ല. ഇത് പറയുന്ന ഫാക്ച്വൽ പറയുമ്പോൾ അതിനൊന്നും മയമൊന്നും ഇല്ലാതെ പറയും. ഇപ്പം മണ്ഡൽ കമ്മീഷൻ്റെ വിധിയെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതൊരു ദാക്ഷിണ്യമില്ല. അത് ദൈവാധീനത്തിൽ ഞാൻ അരച്ചുകലക്കി പിടിച്ച് പഠിച്ചതുകൊണ്ട് അതിൻ്റെ ഏത് കോഴ്സും ഞാൻ പറയാം. ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം പല വക്കീലന്മാരെ സംബന്ധിച്ച് അത് മുഴുവൻ പഠിക്കാറ്. ഞാൻ നമ്മൾ വേണ്ടി നടന്നതായതുകൊണ്ട് അതിൽ നമ്മൾ ഇതിനു വേണ്ടി 20 കൊല്ലമായിട്ട് കഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ അത് മനസ്സിലാക്കിയിട്ടുണ്ട്.
അത് ഈ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ എല്ലാം മലയാളത്തിലാക്കിയിട്ട് എല്ലാ യൂണിയനിലും അച്ചടിച്ച് അയച്ചു കൊടുക്കും. 95-ലെ 16 ആക്ടിൻ്റെ വിധി, അതായത് ഇംഗ്ലീഷിലുള്ള വിധി മലയാളത്തിലാക്കാൻ ആനപ്രസവം നടത്തുന്ന പോലെ. അതെ അതെ അതെ. സാധാരണ യൂസ് ചെയ്ത് ആന പ്രസവിക്കുന്നതിന് വ്യത്യാസമുണ്ടോ എന്ന് ചോദിക്കുന്നതല്ല, അതല്ല. വലിയ ബുദ്ധിമുട്ടാണത്. സാങ്കേതിക പദങ്ങൾ അതുപോലെ വന്നില്ലെങ്കിൽ ഇതാരാ എഴുതിയെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം. ശരിയാ ശരി. അതൊക്കെ ഞാൻ കൊടുത്തു. അത് കൊടുത്തെന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ. ഇതിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് ഒരേ രീതിയിൽ നിന്ന് സഹായിക്കത്തക്ക രീതിയിലുള്ള ബോർഡ് മെമ്പർമാർ, അതിശക്തമായ അവരുടെ പിന്തുണയാണ് വാസ്തവത്തിൽ ഇത്രയും. ആദ്യ പിന്തുണയ്ക്ക് അവരെ നമ്മൾ അതുപോലെ മാന്യമായ രീതിയിൽ അവരോട് പെരുമാറി ആ രീതിയിൽ കൊണ്ടുവന്ന് ഓരോ യൂണിയൻ്റെ പ്രസിഡന്റുമാരെ എല്ലാവരും, അല്ലാത്തത് ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം യൂണിയൻ പ്രസിഡന്റുമാരാണ്. അപ്പോൾ ആ ഹൈറാർക്കിയിൽ ഇങ്ങോട്ട് വരുന്ന അവസരത്തിൽ ആ പ്രവർത്തനത്തിന് അതിശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ ഓടി വരുന്നത്. അവർക്ക് അവരവരായ ചിന്താഗതിയുണ്ട്. അതനുസരിച്ചിട്ട് ഇതിൻ്റെ മൊത്തത്തിലുള്ളതിൽ പോകുന്നുള്ള ഏകോദര സഹോദരന്മാരെ പോകണമെന്നുള്ളതിൻ്റെ ഈ ശങ്കരയുടെ ദൈവോധനം കൊണ്ട് അവർ ഇത്രയും കാലം ഞാൻ അതിൻ്റെ ആ ഏകോദര സാഹോദര്യം മുഴുവൻ അനുഭവിക്കാനിടയായിട്ടുണ്ട്. ഇത് അന്ന് ഒരുതരം പറയാതിരിക്കാൻ ഒക്കില്ല. അതല്ലാതെ ഈ ഒരുത്തം വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ ഒക്കില്ല ഇവിടെ. എന്തായാലും വളരെയധികം നന്ദി ഇത്രയും സമയം അനുവദിച്ചതിന്.